الحمد لله الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد أحمده حمدا بلا أحد أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وابتغوا إليه الوسيلة وجاهدوا في سبيله لعلكم تفلحون. പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ 3 വചനങ്ങൾ, ആ ആയത്തുകളുടെ പൊതുവായ സന്ദേശം മനുഷ്യരായ നമ്മളെല്ലാവരും കഴിവിൻ്റെ പരമാവധി നന്മകൾ പ്രാവർത്തികമാക്കണം, നന്മകളിൽ മുന്നേറണം എന്ന ആശയമാണ് നൽകുന്നത്. ഞാൻ ആമുഖമായി ഓതി കേൾപ്പിച്ച വിശുദ്ധ ഖുർആനിലെ സൂറത്ത് മാഇദയിലെ 35-ാമത്തെ ആയത്ത് വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വബ്തഗൂ ഇലൈഹിൽ വസീല വജാഹിദു ഫീ സബീലിഹി ലഅല്ലകും തുഫ്ലിഹൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, അവനിലേക്ക് അടുക്കാനുള്ള മാർഗം നിങ്ങൾ തേടുകയും ചെയ്യണം, അവൻ്റെ മാർഗത്തിൽ നിങ്ങൾ സമരം ചെയ്യണം, നിങ്ങൾ വിജയികളായേക്കാം, നിങ്ങൾക്ക് വിജയം ലഭിച്ചേക്കാം. ഇമാം ഖത്താദ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട, അള്ളാഹുവിന് താല്പര്യമുള്ള കർമ്മങ്ങളിലൂടെ അവനിലേക്ക് അടുക്കുക എന്നതാണ് ഈ ആയത്ത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്ത് ആലു ഇമ്രാൻ 31-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ് വയഗ്ഫിറു ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. നമുക്ക് പരിചയമുള്ള ആയത്താണ്. നബിയെ പറയുക, നിങ്ങൾ അള്ളാഹുവെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ എന്നെ പിന്തുടരുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുക എന്നുള്ളത് അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരുടെ അടയാളമാണ്. അപ്പോൾ നോക്കൂ, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുക എന്ന് പറയുമ്പോൾ പ്രവാചകനെ ഇത്തിബാ ചെയ്യുക, പ്രവാചകന്റെ ചര്യകൾ, പ്രവാചകൻ പഠിപ്പിച്ച നന്മകൾ,
അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ വാഖിയയിലെ 10 മുതൽ 12 വരെയുള്ള ആയത്തുകൾ, ആ ആയത്തിൽ അല്ലാഹു പറയുന്നത് വസ്സാബിഖൂന അസ്സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ ഫി ജന്നാത്തിൻ നഈം. 3 ആയത്തുകളാണ്, വളരെ ചെറിയ ആയത്തുകളാണ്. വലിയ ആശയമാണ് അല്ലാഹു പഠിപ്പിക്കുന്നത്. മുന്നേറിയവർ അഥവാ സൽക്കർമ്മങ്ങളിൽ മുന്നേറിയവർ തന്നെയാണ് മുന്നേറിയവർ. അവരാകുന്നു അള്ളാഹുവോട് അടുക്കപ്പെട്ട ആളുകൾ. ഉലൈകൽ മുഖറബൂൻ, മുഖർരിബീങ്ങൾ, അള്ളാഹുവുമായി സാമീപ്യം സിദ്ധിച്ച ആളുകൾ അവരാകുന്നു. ഫി ജന്നാത്തിൻ നഈം, അവര് സ്വർഗത്തോപ്പുകളിലായിരിക്കും, ശാശ്വതമായ സ്വർഗത്തിലായിരിക്കും അവരുണ്ടാവുക. അപ്പൊ നോക്കൂ നിങ്ങൾ, ഞാൻ ഈ ഓതി കേൾപ്പിച്ച 3 ആയത്തുകളും ഈ 3 വിശുദ്ധ ഖുർആനിലെ വ്യത്യസ്ത സ്ഥലങ്ങളിലുള്ള 3 ആയത്തുകളും പൊതുവായ ഒരു സന്ദേശം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടാൻ, അതേപോലെ തന്നെ സ്വർഗം നേടിയെടുക്കാൻ, അള്ളാഹുവിലേക്ക് അടുക്കാൻ നമ്മൾ ചെയ്യേണ്ടത് നന്മകൾ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ്, നന്മകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, നമ്മൾ കഴിഞ്ഞ ഏതാനും ഖുതുബകളിലായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ദിനചര്യകളിലെ മുസ്ലിം അല്ലെങ്കിൽ മുസ്ലിമിന്റെ ദിനചര്യ എന്ന് പറയുന്ന ടോപ്പിക്കിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന 3 ആയത്തുകളാണ് ഇന്നത്തെ ഖുതുബയുടെ ആമുഖമായി കൊണ്ട് നമ്മൾ കേട്ടത്. ഈ ആയത്തുകളെല്ലാം പ്രാവർത്തികമാക്കാൻ പറ്റുന്ന കർമ്മമാണ് കഴിഞ്ഞ 2 ഖുതുബകളിലൂടെ നമ്മൾ സംസാരിച്ചത്. അള്ളാഹുവിൻ്റെ സാമീപ്യം നേടാൻ, പ്രവാചകനെ ഇത്തിബാ ചെയ്യാൻ, സൽക്കർമ്മങ്ങളിൽ മുന്നേറാൻ നമുക്ക് സാധിക്കുന്ന ഒരു അമലാണ്, കർമ്മമാണ് ഐച്ഛികമായ നമസ്കാരങ്ങൾ, സുന്നത്തായ നമസ്കാരങ്ങൾ. നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ റവാത്തിബ് സുന്നത്തുകളെ കുറിച്ചാണ് നമ്മൾ വിശദീകരിച്ചത്. റവാത്തിബ് സുന്നത്തുകൾ അത് 12 റക്അത്താണ് എന്നും അതിലെ ഓരോ നമസ്കാരത്തിൻ്റെയും പ്രാധാന്യവും ശ്രേഷ്ഠതയും ഒക്കെ നമ്മൾ മനസ്സിലാക്കി. ഇന്നത്തെ ഖുതുബയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് 5 പോയിന്റുകളാണ്. ഈ 5 പോയിന്റുകളിൽ അഥവാ 5 ഐച്ഛികമായ നമസ്കാരങ്ങളാണ്. അത് അല്പം വിശദമായി പറയേണ്ടതുണ്ടാകും, പെട്ടെന്ന് പറഞ്ഞു പോകാൻ പറ്റുന്നതുണ്ട്. അതിൽ ഒന്നാമത്തെ വിഷയം അസ്സലാത്തു ബൈനൽ അദാനി വൽ ഇഖാമ, ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ള ഐച്ഛികമായ നമസ്കാരങ്ങളാണ്. 2 സ്വലാത്തുൽ ദുഹ, ദുഹ നമസ്കാരമാണ്. 3ാമത്തത് തഹിയ്യത്തുൽ മസ്ജിദ്, തഹിയ്യത്തുൽ മസ്ജിദ് എന്ന പേരിലുള്ള സുന്നത്ത് നമസ്കാരമാണ്. അതേപോലെ തന്നെ റക്അത്ത അൽ വുദു, വുദുവിന് ശേഷമുള്ള സുന്നത്ത് നമസ്കാരമാണ്. 5ാമതായി ജുമഅയുമായി ബന്ധപ്പെട്ട സുന്നത്ത് നമസ്കാരങ്ങളാണ്. ഈ 5 വിഷയങ്ങളാണ്, 5 ഐച്ഛികമായ നമസ്കാരങ്ങളാണ് ഇന്നത്തെ ഖുതുബയിലൂടെ നമ്മൾ വിശദീകരിക്കുന്നത്. അപ്പം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്, നമ്മൾ റവാത്തിബ് സുന്നത്തുകളെ കുറിച്ച് പറഞ്ഞു, 12 റക്അത്ത് ഉണ്ട്, അത് ഏതൊക്കെയാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ ഇനി നോക്കൂ നിങ്ങൾ, അതല്ലാത്ത, ആ റവാത്തിബ് നമസ്കാരമല്ലാത്ത മറ്റു ചില ഐച്ഛികമായ നമസ്കാരങ്ങളാണ് നമ്മളിവിടെ എണ്ണി പറഞ്ഞ ഓരോ നമസ്കാരവും. അതിൽ ആദ്യത്തേത് ബൈനൽ അദാനി വൽ ഇഖാമ, അസ്സലാത്തു ബൈനൽ അദാനി വൽ ഇഖാമ, ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ള നമസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രോത്സാഹിപ്പിച്ച ഒരു സുന്നത്ത് നമസ്കാരമാണിത്. സ്വഹീഹായ ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിക്കുന്ന മുത്തഫഖുൻ അലൈഹി എന്ന് രേഖപ്പെടുത്തിയ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ബൈന കുല്ലി അദാനൈനി സ്വലാത്തുൻ. നബി പറയുകയാണ്, ബൈന കുല്ലി അദാനൈനി സ്വലാത്തുൻ, എല്ലാ ബാങ്കിന്റെയും ഇഖാമത്തിന്, അദാനൈൻ എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് ബാങ്കും ഇഖാമത്തുമാണ്. അദാൻ എന്ന് പറഞ്ഞാൽ ബാങ്കാണ് ശരിക്കും. എന്നാൽ ഇവിടെ ഈ അദാനൈൻ എന്ന പ്രയോഗത്തിലൂടെ ബാങ്കും ഇഖാമത്തുമാണ് അർത്ഥമാക്കുന്നത്. നബി പറയാണ്, ബൈന കുല്ലി അദാനൈനി സ്വലാ, എല്ലാ ബാങ്കിന്റെയും ഇഖാമത്തിന്റെ ഇടയിൽ നിസ്കാരമുണ്ട്. നബി നിർത്തിയില്ല, ബൈന കുല്ലി അദാനൈനി സ്വലാ, വീണ്ടും നബി ഇത് ആവർത്തിച്ച് പറഞ്ഞു. സുമ്മ ഖാല ഫി സാലിസ, 3ാമതായി നബി പറഞ്ഞു, ലിമൻ ഷാ, ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അത് നമസ്കരിക്കാം. അത് നിർബന്ധമുള്ള നമസ്കാരമല്ല, ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് നമസ്കരിക്കാം. അപ്പൊ ഈ ഹദീത്ത് എന്താ പറയുന്നത്? ഈ ഹദീത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് എല്ലാ ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ എന്തുണ്ട്? സുന്നത്ത് നമസ്കാരമുണ്ട്. അപ്പൊ ഇത് നമ്മൾ പറയുമ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചു പോകേണ്ട ഒരു മസ്അല, ഒരു നിയമം, നമ്മൾ സുബഹിയുടെ ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ നിസ്കാരമുള്ളത് ഏത് നമസ്കാരമാണ്? റവാത്തിബ് സുന്നത്താണ്. അപ്പൊ അവിടെ ആ നിസ്കാരം കിട്ടി, അതുകൊണ്ട് തന്നെ അവിടെ ഈ നിസ്കാരം വരൂല. അതേപോലെ തന്നെ ഏതൊക്കെ സ്ഥലങ്ങളിൽ റവാത്തിബ് സുന്നത്തുകൾ ഉണ്ടോ ആ റവാത്തിബ് സുന്നത്തുകൾ ഇല്ലാത്ത ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ നിസ്കാരം നിർവഹിക്കാൻ പറ്റും. ഉദാഹരണമായി നമുക്ക് പറയാൻ പറ്റുന്ന അസറിന് റവാത്തിബ് നമസ്കാരമില്ല. അസറിന്റെ ബാങ്കിന്റെയും ഇഖാമത്തിന്റെ ഇടയിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ 2 റക്അത്ത് നിസ്കരിക്കാം.
മഗ്രിബിന്റെ ബാങ്കിന്റെയും ഇഖാമത്തിന്റെ ഇടയിൽ റവാത്തിബ് സുന്നത്തില്ല, ഈ 2 റക്അത്ത് നിസ്കരിക്കാം. അതേപോലെ തന്നെ ഇശാഇന്റെ ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ റവാത്തിബ് സുന്നത്തില്ല, അവിടെ ഈ 2 റക്അത്ത് നിസ്കരിക്കാം. അഥവാ ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ റവാത്തിബുകളല്ലാത്ത 6 റക്അത്ത് നമസ്കാരം എല്ലാ ദിവസവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നിർവഹിക്കാൻ പറ്റും. പക്ഷെ അവിടെയുള്ള ഹദീസ് എന്താ? ലിമൻ ഷാ, ആരാണോ ഉദ്ദേശിക്കുന്നത്, അഥവാ നന്മ ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, നന്മയിൽ മുന്നേറണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നിർവഹിക്കാൻ പറ്റുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രോത്സാഹിപ്പിച്ച നമസ്കാരമാണ് ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ള നമസ്കാരം എന്ന് പറയുന്നത്. ഇമാം ഇബ്നു ഹിബ്ബാൻ റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, وكنا نصلي على عهد النبي صلى الله عليه وسلم ركعتين بعد غروب الشمس قبل صلاة المغرب. ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സൂര്യൻ അസ്തമിച്ച ശേഷം മഗ്രിബ് നമസ്കാരത്തിന് മുമ്പായിട്ട് 2 റക്അത്ത് നമസ്കരിക്കുമായിരുന്നു എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്. അപ്പൊ നബി പ്രോത്സാഹിപ്പിച്ചു, സ്വഹാബികൾ അത് പ്രാവർത്തികമാക്കി കാണിച്ചു തന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? അത് നമസ്കരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മഹാപണ്ഡിതനായ ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മജ്മുഉ ഫതാവയിൽ അദ്ദേഹം പറയുന്നുണ്ട്, വഅമ്മാ റക്അതാനി ഖബ്ല അൽ മഗ്രിബ് فقد ثبت في الصحيح أن الصحابة كانوا يصلونهما على عهد رسول الله صلى الله عليه وسلم فهما سنة حسنة لمن شاء أن يصليهما وليست من الرواتب المؤكدة. ഇതാണ് ഇതിലെ ചുരുക്കം. ഇതാണ് മഹാപണ്ഡിതന്റെ വാചകമാണ്, ഏറ്റവും ആപ്റ്റായ, ഏറ്റവും കൃത്യമായ വാചകം ഇതാണ്. അദ്ദേഹം പറയുന്നത്, മഗ്രിബിന് മുമ്പുള്ള 2 റക്അത്തുകൾ അത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സ്വഹാബികൾ നിർവഹിച്ച നമസ്കാരമാണ്. അത് സ്വഹീഹായ ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് അത് നമസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നവരെന്ത് ചെയ്യുക? അവർക്ക് നമസ്കരിക്കാം. എന്നാൽ അതൊരു നല്ല സുന്നത്ത് കർമ്മമാണ്. എങ്കിലും അത് ളുഹ്റിന് മുമ്പുള്ളതുപോലെ, സുബഹിയുടെ മുമ്പുള്ളതുപോലെയുള്ള മുഅക്കദായ സുന്നത്ത് നമസ്കാരങ്ങളുടെ ഗണത്തിൽ, അഥവാ റവാത്തിബ് സുന്നത്തുകളുടെ ഗണത്തിൽ ഇത് വരികയില്ല എന്ന് മഹാപണ്ഡിതൻ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകുന്ന സമയങ്ങളിലെല്ലാം ബാങ്കിന്റെയും ഇഖാമത്തിനിടയിൽ എന്ത് ചെയ്യുക? നമുക്ക് നമസ്കരിക്കാം. അപ്പൊ ഇത് അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ, അവരുടെ നിത്യജീവിതത്തിൽ അവർക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ഒരു ഐച്ഛികമായ നമസ്കാരമാണിത്. രണ്ടാമത്തെ ദുഹാ നമസ്കാരമാണ്. ദുഹാ നമസ്കാരം മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ അബീ ദർദാ റളിയല്ലാഹു അൻഹു, ഈ 2 സ്വഹാബികളും ഒരേ രീതിയിൽ പറഞ്ഞൊരു ഹദീസുണ്ട്, ഒരേ രീതിയിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട്. അവർ പറയുന്നത്, ഔസാനി ഖലീലി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിതലാഹിൻ. ഔസാനി എന്ന് പറഞ്ഞാൽ എനിക്ക് വസിയത്ത് നൽകിയതാണ്. ആര്? ഔസാനി ഖലീലി, എന്റെ ഖലീൽ, എന്റെ കൂട്ടുകാരൻ, യാനി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്ക് ഉപദേശം നൽകി, വസിയത്ത് നൽകി 3 കാര്യങ്ങൾ കൊണ്ട്. 3 കാര്യങ്ങൾ ചെയ്യണം, 3 കാര്യങ്ങൾ പ്രാവർത്തികമാക്കണമെന്ന് വസിയത്ത് നൽകി. 2 ഹദീസിലും സമാനമായ പ്രയോഗമാണ്. എന്നിട്ട് ആ 3 കാര്യങ്ങൾ ഏതാണ്? അതിലൊന്ന് സിയാമു തലാസതി അയ്യാമി മിൻ കുല്ലി ഷഹർ, എല്ലാ മാസത്തിലും 3 ദിവസം നോമ്പ് നോൽക്കണം. വറകഅതൈ അൽളുഹ, ളുഹാ നമസ്കാരം നിർവഹിക്കണം. അതേപോലെ തന്നെ വഅൻ ഊതിറ ഖബ്ല അനാമ, ഉറങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക? വിത്ർ നമസ്കരിക്കണം. നമ്മുടെ വിഷയം എന്താ? വറകഅതൈ അൽളുഹ, ളുഹാ നമസ്കാരം. ഇത് സുന്നത്താണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന നമസ്കാരമാണ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നമ്മുടെ ശരീരത്തിലെ ഓരോ സന്ധികൾ, നമ്മുടെ ശരീരത്തിൽ ഓരോ സന്ധികൾക്കും ദിവസവും നമ്മൾ എന്ത് ചെയ്യണം? സ്വതക്ക ചെയ്യണം, ധർമ്മം ചെയ്യണം. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് സന്ധികളുണ്ട്. ആ സന്ധികൾക്കൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ സ്വതക്ക ചെയ്യണം. ആ സന്ധികൾക്ക് നാം സ്വതക്ക ചെയ്യേണ്ടതിന് പകരമായി കൊണ്ട് 2 റക്അത്ത് ദുഹാ നമസ്കരിച്ചാൽ മതി. അതിനെല്ലാം പകരമാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് വായിക്കാൻ സാധിക്കും. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം പ്രമുഖനായ പണ്ഡിതനാണ്, മദ്ഹബിന്റെ ഇമാമാണ്, നമുക്കറിയാം. അദ്ദേഹം പറഞ്ഞു, സ്വലാത്തുൽ ദുഹാ സുന്നത്തുൻ മുഅക്കദ. ദുഹാ നമസ്കാരം എന്ന് പറഞ്ഞാൽ അത് മുഅക്കദായ, പ്രബലമായ സുന്നത്ത് നമസ്കാരമാണ്. അതിൽ ഏറ്റവും കുറഞ്ഞത് 2 റക്അത്തും ഏറ്റവും കൂടിയത് 8 റക്അത്തുമാണ് എന്നാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. അദ്ദേഹത്തിന്റെ അതേ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, വഖീല 12 റക്അ. ചില ആളുകൾ പറയപ്പെടുന്നുണ്ട് 12 റക്അത്ത് വരെ നിസ്കരിക്കാം എന്ന് പറയുന്ന ആൾ. വേറെയും അഭിപ്രായങ്ങളുണ്ട്. അതിന്റെ പഠനം നടത്തുമ്പോൾ 12 റക്അത്ത് നമസ്കരിക്കാം എന്ന് പറഞ്ഞ ധാരാളം ആളുകളുണ്ട്. എന്നാൽ പ്രബലമായ അഭിപ്രായം ഏറ്റവും ചുരുങ്ങിയത് 2 റക്അത്ത്, ഏറ്റവും കൂടിയത്
8 റക്അത്താണ്. ഈ നമസ്കാരത്തിന്റെ സമയം എന്ന് പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മനസ്സിലാക്കുന്നത് സൂര്യൻ ഉദിച്ച് ഏകദേശം ഒരു കുന്തത്തിന്റെ അത്ര ഉയരത്തിലെത്തിയത് മുതൽ സൂര്യോദയത്തിന് ശേഷം അഥവാ സൂര്യൻ മധ്യത്തിലെത്തുന്ന ളുഹറിന്റെ സമയത്തിന്റെ ആ ഒരു സമയത്തിന്റെ തൊട്ടു മുമ്പ് വരെയുള്ള സമയം. നമ്മുടെ ഭാഷയിൽ നമ്മൾ പറഞ്ഞാൽ ഒരു ഏകദേശം സൂര്യോദയം കഴിഞ്ഞൊരു 15 മിനിറ്റ്, സൂര്യൻ ഉദിച്ച് 15 മിനിറ്റ് കഴിഞ്ഞാൽ ഈ നിസ്കാരം എന്ത് ചെയ്യുക, നമുക്ക് നിർവഹിച്ചു തുടങ്ങാം. അതേപോലെ തന്നെ സൂര്യൻ മധ്യത്തിൽ ളുഹറിന്റെ സമയമാകുന്നതിന്റെ ഒരു 15 മിനിറ്റ് മുമ്പ് വരെ എന്ത് ചെയ്യാൻ പറ്റും, ഈ നമസ്കാരം നിർവഹിക്കാൻ പറ്റുമെന്നാണ് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഉച്ചക്ക് സൂര്യൻ നേരെ മുകളിൽ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് എന്ത് ചെയ്യണം, ഈ നമസ്കാരം നിർവഹിക്കണം. ഇതിൽ ഏറ്റവും ഉത്തമമായ സമയം ഹദീസിലെ പ്രയോഗം സ്വലാത്തുൽ അവ്വാബീന ഹീന തർമദുൽ ഫിസാൽ എന്നൊരു പ്രയോഗം ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അഥവാ ഈ ഒട്ടക കുട്ടികൾക്ക് ചൂട് അനുഭവപ്പെടാൻ തുടങ്ങുന്ന സമയം എന്നാണ് അതിന്റെ ഏറ്റവും അഫ്ദലായ സമയം. അതിനർത്ഥം എന്താ, മരുഭൂമിയിലൊക്കെ ഒട്ടക കുട്ടികൾ മരുഭൂമിയിൽ കിടക്കുമ്പോൾ ആ മരുഭൂമിയിൽ സൂര്യന്റെ ചൂട് കാരണം മരുഭൂമിക്ക് ചൂട് പിടിച്ച് ഒട്ടകത്തിന്റെ കുട്ടികൾക്ക് ചൂട് പിടിച്ച് അവർ എഴുന്നേൽക്കുന്ന ഒരു നേരമുണ്ട്, അവർ ചാടി എഴുന്നേൽക്കുന്ന ഒരു നേരമുണ്ട്. അതുവരെ എന്ത് ചെയ്യുക, ഈ നമസ്കാരം നിർവഹിക്കാമെന്നാണ് ഹദീത്തിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു സംശയമുണ്ട്. ഇഷ്റാഖ് നമസ്കാരം എന്ന് പറഞ്ഞ നിസ്കാരം പല ആളുകളും പല രീതിയിൽ സംശയം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാൾ സുബഹിക്ക് പള്ളിയിൽ വന്നു, ജമാഅത്തായി നിസ്കരിച്ചു, എന്നിട്ട് ഉദയം വരെ അയാൾ പള്ളിയിൽ തന്നെ ഇരുന്നു. പള്ളിയിൽ ഇരുന്ന് അയാൾ ഉദയത്തിന് ശേഷം എന്ത് ചെയ്തു, ദിക്റിലൊക്കെ മുഴുകി 2 റക്അത്ത് നിസ്കരിച്ചു. ആ 2 റക്അത്ത് നമസ്കരിച്ചാൽ അത് ളുഹയായിക്കൊണ്ട് മതിയാകുന്നതാണ് എന്നാണ് മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. സുബൈക്ക് പള്ളിയിൽ വന്ന് പള്ളിയിൽ തന്നെ ഇരുന്ന് ഉദയം വരെ ഇരുന്ന് ഈ പറഞ്ഞ സമയത്ത് നിർവഹിക്കുകയാണെങ്കിൽ അത് മതിയാകും, അവർ വേറെ നമസ്കാരം നിർവഹിക്കേണ്ടതില്ല എന്നാണ് ഇമാം തുർമുദിയൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനു കൂടെ ആഡ് ചെയ്ത് പറയേണ്ടത്, സ്ത്രീകൾക്ക് ഈ നമസ്കാരത്തിന്റെ കൂലി കിട്ടുമോ, സ്ത്രീകൾക്ക് പ്രതിഫലം ലഭിക്കുമോ എന്ന ചർച്ച നടത്തുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞത്, ഒരു സ്ത്രീ അവർക്ക് പള്ളിയിൽ വരെ നിർബന്ധമല്ല, അവർ വീട്ടിൽ നിന്ന് നിസ്കരിക്കുക, പള്ളിയിൽ വന്ന് ഇവർ നിർവഹിച്ചാൽ ഇതേപോലെ കൂലി കിട്ടും, സംശയമില്ല. എന്നാൽ പള്ളി നിർബന്ധമില്ലാത്തൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ വീട്ടിലിരുന്ന് ഇതേപോലെ ചെയ്താൽ, സുബൈക്ക് എഴുന്നേറ്റു, എന്നിട്ട് ജമാഅത്തായിരുന്നു നിസ്കരിച്ചു, വീട്ടിലുള്ള ബാക്കിയുള്ള സ്ത്രീ ജമാഅത്തായിരുന്നു നിസ്കരിച്ചു, എന്നിട്ട് അവര് ദിക്റിലും ദുആകളിലൊക്കെ മുഴുകിയിരുന്നു, ഈ 2 റക്അത്ത് നമസ്കരിച്ചാൽ അവർക്കും പ്രതിഫലം കിട്ടുമെന്ന് രേഖപ്പെടുത്തിയ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളുണ്ട്. മനസ്സിലായില്ലേ, പണ്ഡിതന്മാര് അങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നോക്കൂ നിങ്ങൾ, നമ്മൾ ബാങ്കിന്റെയും ഇഖാമത്തിന്റെ ഇടയിലുള്ള നിസ്കാരം പറഞ്ഞു, അതേപോലെ തന്നെ ദുഹാ നമസ്കാരം പറഞ്ഞു. മൂന്നാമത് തഹിയ്യത്തുൽ മസ്ജിദാണ്. എന്താണ് ഈ തഹിയ്യത്തുൽ മസ്ജിദ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ദഖല അഹദുകുമുൽ മസ്ജിദ ഫലാ യജ്ലിസ് ഹത്താ യുസല്ലി റകഅതൈൻ. ഈ ഹദീസിന്റെ നേരിട്ടുള്ളൊരു പ്രയോഗം പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. ശരിക്കും ഈ ഹദീസ് നമ്മൾ പറയും തഹിയ്യത്ത് നിസ്കാര സുന്നത്ത നമ്മൾ പറയാം. ഈ ഹദീസിനെ മുന്നിൽ വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയാൻ തരോ ഇത് വാജിബാണെന്നാണ്, നിർബന്ധമാണെന്നാണ്. കാരണം ഹദീസിന്റെ പ്രയോഗം ലഫ്ളുകൾ എന്നാണ് സൂചിപ്പിക്കുന്നത്. ഫലാ യജ്ലിസ്, നിങ്ങൾ ഇരിക്കരുത് എന്നാണ്. അതിനർത്ഥം എന്താ, പള്ളിയിൽ കയറിയ ഒരാള് 2 റക്അത്ത് നിസ്കരിക്കാതെ ഇരിക്കരുത്. അതാണ് തഹിയ്യത്തുൽ മസ്ജിദ്. പള്ളിയിൽ കയറിയതിന്റെ മര്യാദ എന്നോണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച നിസ്കാരമാണിത്. നിർബന്ധമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, വാജിബാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആര് പള്ളിയിൽ കയറിയാൽ എന്ത് ചെയ്യണം, പള്ളിയിൽ കയറുമ്പോൾ മര്യാദ ഒക്കെ പാലിച്ച് നമ്മൾ 2 റക്അത്ത് നിസ്കരിച്ചിട്ടേ ഇരിക്കാവൂ. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എത്രമാത്രം പണ്ഡിതന്മാർ ചർച്ച നടത്തുന്നറിയോ? ഈ പണ്ഡിതന്മാരുടെ ചർച്ചയിൽ കാണാം, നിസ്കാരം കറാഹത്തായി വെറുക്കപ്പെട്ട സമയമുണ്ട്. ഉദാഹരണത്തിന് സുബൈ നിസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള സമയത്ത് നിസ്കാരം പാടില്ല. അതേപോലെ തന്നെ സൂര്യൻ അസ്തമിക്കുന്നത് വരെയുള്ള ആ അവസാന സമയം, അസർ നമസ്കാരം കഴിഞ്ഞ് സൂര്യൻ അസ്തമിക്കുന്നത് വരെയുള്ള സമയം, ആ സമയത്ത് നിസ്കാരം നിഷിദ്ധമാണ്, പാടില്ലാത്ത സമയമാണ്, കറാഹത്താകപ്പെട്ട സമയമാണ്. പണ്ഡിതന്മാരുടെ ചർച്ച എന്താ അറിയോ? ഈ സമയത്ത് തഹിയ്യത്ത് നിസ്കരിക്കാൻ പറ്റുന്ന, ഈ സമയത്ത് പള്ളിയിൽ കയറിയ ഒരാൾക്ക് തഹിയ്യത്ത് നിസ്കരിക്കേണ്ടതുണ്ടോ? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നത്, ഈ സമയത്ത് തഹിയ്യത്ത് നിസ്കരിക്കാം. കാരണം ഒരു സബബുണ്ട്, കാരണമുണ്ട്. എന്താ കാരണം? അയാൾ പള്ളിയിൽ കയറി എന്ന കാരണമുണ്ടായത് കൊണ്ട് നിസ്കാരം വിരോധിക്കപ്പെട്ട സമയത്തും തഹിയ്യത്ത് നിസ്കാരം നിർവഹിക്കാം. അത്രമാത്രം പ്രാധാന്യം അതിനുണ്ട് എന്നാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയത്. ഹനഫി മദ്ഹബും അതേപോലെ തന്നെ മാലിക്കി മദ്ഹബുകളൊക്കെ അവരുടെ അഭിപ്രായം ആ സമയത്ത് നിസ്കരിക്കാൻ പാടില്ല എന്നാണ്. പക്ഷെ പ്രബലമായ അഭിപ്രായം എന്താ? നിസ്കരിക്കുക എന്നുള്ളതാണ്. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ആ വീക്ഷണത്തെ എടുത്ത് ശക്തമായി കൊണ്ട് അദ്ദേഹം സമർത്ഥിക്കുന്നുണ്ട്. തഹിയ്യത്ത് നിസ്കാരം പള്ളിയിൽ എപ്പോൾ കയറിയാൽ നിസ്കരിക്കണം. കാരണം എന്താ? അയാള് ഇരിക്കരുതെന്ന കൽപ്പന, നിസ്കരിക്കാതെ ഇരിക്കരുതെന്നാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാൾ പള്ളിയിൽ വന്നപ്പോൾ ജമാഅത്ത് നടക്കുകയാണ്,
അയാൾ എന്താ ചെയ്യേണ്ടത്? അയാൾ ജമാഅത്തിൽ ചേർന്നാൽ മതി. അയാൾക്ക് തഹിയ്യത്തിന്റെ കൂലിയും കിട്ടി, ജമാഅത്തിന്റെ കൂലിയും കിട്ടി. അയാൾ പ്രത്യേകമായി നിസ്കരിക്കേണ്ടതില്ല. ഇനി ഒരാൾ പള്ളിയിലേക്ക് വരികയാണ്, അയാൾ വന്നിട്ട് ളുഹറിന്റെ സമയത്ത് വന്നു, ളുഹറിന്റെ സുന്നത്ത് നിസ്കരിച്ചു. അയാൾ തഹിയ്യത്ത് നിസ്കരിക്കാതെ ളുഹറിന്റെ സുന്നത്ത് നിസ്കരിച്ചു എങ്കിൽ അയാൾ ഈ ഹദീസ് പ്രാവർത്തികാക്കി. അയാൾക്ക് ഉദ്ദേശമില്ലെങ്കിൽ പോലും അയാൾ ഈ ഹദീസ് പ്രാവർത്തികമാക്കി. കാരണം എന്താ? നിസ്കരിക്കാതെ ഇരിക്കരുത് എന്നാണ്. അത് ഏത് നിസ്കാരമാകാം. അപ്പൊ ളുഹറിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കരിച്ചു, അല്ലെങ്കിൽ അസറിൻ്റെതാകട്ടെ, ഏതാകട്ടെ, പള്ളിയിൽ വന്നാൽ നിസ്കാരമാണ് ഫസ്റ്റ്. നിസ്കരിക്കാതെ എന്ത് ചെയ്യാൻ പള്ളി ഇരിക്കാൻ പാടില്ല. അതൊന്നെങ്കിൽ ജമാഅത്താകാം, അല്ലെങ്കിൽ സുന്നത്താകാം. ഇനി അതൊന്നുമല്ല, ഒരാൾ ഈ തഹിയ്യത്ത് മാത്രം 2 റക്അത്ത് നിസ്കരിച്ച് പിന്നെ അയാൾ എന്ത് ചെയ്യുക? ബാക്കിയുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിച്ചാൽ അയാൾക്ക് അത് നിർവഹിക്കാവുന്നതാണ് എന്ന് പ്രത്യേകം നമുക്ക് കാണാൻ പറ്റും. ജുമാക്ക് പള്ളിയിൽ വരുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നേരം വൈകി വരുന്ന ആൾക്കാർ അവരെപ്പോഴാണ് തഹിയ്യത്ത് നിസ്കരിക്കുക? അപ്പൊ ഞാൻ വിമർശിക്കാന്ന് വിചാരിച്ചു. പാങ്ക് കൊടുക്കുന്നത് കേൾക്കുമ്പോൾ കുറെ ആൾക്കാരുടെ വന്ന് നിൽക്കും. അവര് പഠിച്ചൊരു കാര്യം പ്രാവർത്തികമാക്കണം. കാരണം എന്താ? ബാങ്കിന് ഇജാബത്ത് കൊടുക്കണമല്ലോ എന്നാണ്. ബാങ്കിന് ഇജാബത്ത് കൊടുക്കാൻ വേണ്ടി അവർ നിന്നിട്ട് ബാങ്ക് കൊടുത്ത് തീരോളം നിൽക്കും. പാടില്ല എന്നുള്ളതാണ്. ബാങ്കിന് ഇജാബത്ത് കൊടുക്കൽ സുന്നത്താണ്. ജുമാ കേൾക്കുക എന്നുള്ളത് വാജിബാണ്. അതുകൊണ്ട് തന്നെ പള്ളിയിൽ കയറിയ ബാങ്ക് കൊടുക്കുകയാണെങ്കിൽ അയാൾ വേഗം തഹിയ്യത്ത് നിസ്കരിക്കണം, എന്നിട്ട് ഇരിക്കണം. എന്നിട്ട് ജുമാക്ക് കേൾക്കാൻ വേണ്ടി തയ്യാറാക്കണം. അവിടെ എന്തുണ്ട്? തഹിയ്യത്ത്. നബി ഒരിക്കൽ ഖുത്ബ പറയാണ്. അപ്പോഴാണ് ഒരു സഹാബി പള്ളിയിലേക്ക് വരുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അബ്ദുല്ലാഹി മസ്ഊദ് അല്ല, അദ്ദേഹത്തോട് എഴുന്നേറ്റ് നിസ്കരിക്കാൻ പഠിപ്പിച്ച ഹദീസിൽ കാണാൻ പറ്റും. പള്ളിയിൽ വന്ന് ഇരുന്നപ്പോൾ എഴുന്നേറ്റ് നമസ്കരിക്കാൻ പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ആ നമസ്കാരം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ തഹിയ്യത്തുൽ മസ്ജിദ് പ്രാവർത്തികമാക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹില്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ 3 ഐച്ഛികമായ നമസ്കാരങ്ങളെ കുറിച്ച് പറഞ്ഞു. 4മത്തത് വുളൂവുമായി ബന്ധപ്പെട്ട നമസ്കാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നിങ്ങൾ എപ്പോൾ വുളൂ ചെയ്താലും 2 റക്അത്ത് നിങ്ങൾക്ക് നമസ്കരിക്കാം. എപ്പോൾ വുളൂ എടുത്താലും 2 റക്അത്ത് നമസ്കരിക്കാം. അത് പ്രബലമായൊരു സുന്നത്ത് നമസ്കാരമാണ്. ഇമാം മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം നബി ഒരിക്കൽ പറയുന്നുണ്ട്, സ്വർഗത്തിൽ ഞങ്ങളുടെ മുന്നിൽ നടക്കുന്ന കാലൊച്ച കേട്ടു, ചെരുപ്പിന്റെ ശബ്ദം കേട്ടു. അപ്പൊ സ്വഹാബികൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് ഞങ്ങളെക്കാൾ കൂടുതൽ എന്താ ചെയ്യുന്നത്? അപ്പൊ അദ്ദേഹം കൊടുക്കുന്നൊരു മറുപടി, ഞാൻ എപ്പോൾ വുളൂ എടുത്താൽ 2 റക്അത്ത് നമസ്കരിക്കുന്നതാണ്. എപ്പോൾ വുളൂ എടുത്താൽ 2 റക്അത്ത് നിസ്കരിക്കും. ധാരാളം ഹദീത്തുകൾ അതിന്റെ മഹത്വങ്ങളൊക്കെ വിശദീകരിച്ചത് ഞാൻ അത് വിശദീകരിക്കുന്നില്ല. ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ വുളൂ എടുത്തതിന് ശേഷം പ്രത്യേകമായി വേണമെങ്കിൽ 2 റക്അത്ത് നിസ്കരിക്കാം. അതല്ല, അയാൾ വേറെ ഏതെങ്കിലും നിസ്കാരം നിർവഹിച്ചാലും ഈ നമസ്കാരത്തിന്റെ പ്രതിഫലം അയാൾക്ക് കിട്ടും. ഈ നമസ്കാരത്തിന്റെ പ്രതിഫലം അഥവാ മറ്റു നമസ്കാരങ്ങളുമായി കൊണ്ട് ലയിച്ചാലും, വുളൂ എടുത്തതിന് ശേഷം ഒരാൾ എന്ത് ചെയ്തു? ളുഹ്ർ നിസ്കരിച്ചു എങ്കിൽ അയാൾക്ക് വുളൂവിന് ശേഷമുള്ള ആ സുന്നത്തിന്റെ കൂലി എന്ത് ചെയ്യും? ഈ ളുഹ്ർ നമസ്കരിക്കുന്നതിലൂടെ ലഭിക്കുമെന്നാണ് പണ്ഡിതന്മാര് പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ പ്രത്യേകമായി നമസ്കരിക്കുക എന്നുള്ളത് ഏറെ പ്രതിഫലാർഹമാണ്. ധാരാളം ഹദീത്തുകളിൽ ആ നമസ്കാരത്തിന്റെ മഹത്വം പഠിപ്പിച്ചത് നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാണ്, സ്വർഗപ്രവേശനത്തിന് വഴിയാണ് എന്നൊക്കെ പഠിപ്പിച്ച പ്രത്യേകമായ ഹദീത്തുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ 5മത്തെ നമസ്കാരം ജുമായുമായി ബന്ധപ്പെട്ട നമസ്കാരമാണ്. ജുമാ ദിവസമുള്ള സുന്നത്ത് നമസ്കാരം അതിൽ പണ്ഡിതന്മാര് ഏകോപിച്ച ആൾക്കാരാണ്. ജുമാക്ക് സുന്നത്ത് നിസ്കാരമുണ്ട്, ജുമായുടെ ശേഷം സുന്നത്ത് നമസ്കാരമുണ്ട്. എന്നാൽ അത് എത്ര റക്അത്താണ് എന്ന വിഷയത്തിൽ ഇഖ്തിലാഫുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട്. എത്ര റക്അത്താണ് എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. വ്യത്യസ്തമായ തെളിവുകൾ ആ വിഷയത്തിൽ പല പണ്ഡിതന്മാരും വ്യത്യസ്തമായ തെളിവുകൾ പറയുന്നുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സല്ല അഹദുകുമുൽ ജുമുഅ ഫൽയുസല്ലി ബഅദഹാ 4. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഈ ഹദീസിലെ നേരിട്ടുള്ള പ്രയോഗം തന്നെ എന്താ? ഒരാൾ ജുമാ നമസ്കരിച്ചാൽ ആ ജുമാക്ക് ശേഷം അയാൾ 4 റക്അത്ത് നിസ്കരിക്കട്ടെ എന്നുള്ളതാണ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിലുള്ളത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിലുള്ളത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ലാ യുസല്ലി ബഅദൽ ജുമുഅത്തി ഹത്താ യൻസരിഫ ഫയുസല്ലി റക്അതൈനി ഫീ ബൈതിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുമായിൽ പങ്കെടുത്താൽ അദ്ദേഹം പിരിഞ്ഞു പോകുവോളം നമസ്കരിക്കുമായിരുന്നില്ല. വീട്ടിൽ ചെന്നാൽ അദ്ദേഹം 2 റക്അത്താണ് നിസ്കരിച്ചത് എന്ന് മറ്റൊരു ഹദീസിലും കാണാൻ പറ്റും. അതുകൊണ്ടാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞത്. ഒരഭിപ്രായം എന്താ? 4 റക്അത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ്. മറ്റൊരു അഭിപ്രായം എന്താ? 2 റക്അത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ്. ഈ 2 ഹദീസുകളെയും മുന്നിൽ വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ജുമാക്ക് ശേഷം ചുരുങ്ങിയത് 2 റക്അത്തും
പൂർണ്ണമായ രൂപത്തിൽ 4 റക്അത്തുമാണ് എന്നാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായം. 2 ഹദീത്തുകളും ഒരുമിപ്പിച്ചുകൊണ്ട് 6 റക്അത്ത് വരെ നിസ്കരിക്കാമെന്നും അഭിപ്രായപ്പെടുന്നു. ഇവിടെ 4 ഹദീത്തിൽ വന്നു. ഇബ്നു മർവാൻ ഉദ്ധരിക്കുന്ന ഹദീത്തിൽ 2, 3 അങ്ങനെ പള്ളിയിൽ നിന്ന് 4 വീട്ടിൽ നിന്ന് 2 അങ്ങനെ 6 റക്അത്ത് വരെ നിസ്കരിക്കാം എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് പള്ളിയിൽ വെച്ചാണെങ്കിൽ 4 റക്അത്തും വീട്ടിൽ വെച്ചാണെങ്കിൽ 2 റക്അത്തുമാണ് നമസ്കരിക്കേണ്ടത് എന്നാണ് ഈ ഹദീത്തുകളെ മുന്നിൽ വെച്ച് നമുക്ക് പഠിക്കാൻ പറ്റുക എന്ന് മഹാനായ ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സാദുൽ മആദി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുമുഅ നമസ്കരിച്ചാൽ വീട്ടിൽ പ്രവേശിച്ച് അതിനുശേഷമുള്ള 2 റക്അത്ത് നമസ്കരിക്കുമായിരുന്നു. ജുമുഅ നമസ്കരിക്കുന്നവരോട് അതിനുശേഷം 4 റക്അത്ത് നമസ്കരിക്കാൻ കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഹദീസിലൊക്കെ പറയണ എന്താ, ഒരാൾക്ക് വേണമെങ്കിൽ 4 റക്അത്ത് നിസ്കരിക്കാം, ഇവിടുന്നാണെങ്കിലും പള്ളിയിൽ നിന്നാണെങ്കിലും, വീട്ടിൽ പോയിട്ടാണെങ്കിലോ 2 റക്അത്ത് നമസ്കരിക്കാം. ഇതാണ് ഈ വിഷയത്തിന്റെ ചുരുക്കത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സഹോദരങ്ങളെ, അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ നമ്മൾ അതിലെടുക്കേണ്ട സ്റ്റാൻഡ് എന്താ? ഇപ്പൊ നമ്മൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഈ അഭിപ്രായങ്ങളൊന്നും വൈരുദ്ധ്യമല്ല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കണ്ടതാണ് അദ്ദേഹം പറയുക. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ പോയി നിസ്കരിക്കുന്ന കണ്ടു. അദ്ദേഹം ഒരു പക്ഷേ നബി പള്ളിയിൽ വെച്ച് നിസ്കരിക്കണം കണ്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വരുന്നത്. അപ്പൊ ഇതിൽ ഏതെടുത്താലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ദീനിന്ന് പുറത്തു പോകുന്ന ആൾക്കാരോ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരോ ആകുന്നില്ല. പണ്ഡിതന്മാർ എന്തുകൊണ്ട് തന്നെ വിശാലമായി ചർച്ചകൾ നടത്തി എല്ലാം നമുക്ക് പറഞ്ഞു തന്നു. ആ പറഞ്ഞത് ഇമാം ഷാഫിക്ക് 6 റക്അത്ത് നിസ്കരിക്കുക എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഈ 2 അഭിപ്രായങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ടാണ്. അതൊരു കുറ്റകരമായ കാര്യമായി തീരുകയില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചുരുക്കത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ റവാത്തിബു സുന്നത്തല്ലാത്ത ധാരാളം സുന്നത്ത് നമസ്കാരങ്ങളുണ്ട്. ഞാൻ കഴിഞ്ഞ ആദ്യത്തെ ഖുത്ബയിൽ പറഞ്ഞതുപോലെ നിർബന്ധമായതും ഐച്ഛികമായതുമായ 76ഓളം റക്അത്ത് നമസ്കാരം ഒരു ദിവസം നമുക്ക് നിർവഹിക്കാനുണ്ട്. സാധ്യമാകുന്നത്ര നമസ്കരിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അള്ളാഹുവിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കുക. റബ്ബിനോട് നമ്മൾ നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പഠിക്കുന്നത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പള്ളിയുടെ തൊട്ട് സമീപത്തുള്ള സിഒ ഉമ്മർ സാഹിബ് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം മരണപ്പെട്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരന്റെ ഖബർ ജീവിതം സന്തോഷകരമാക്കി കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ട ഒരു വ്യക്തിക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും നല്ല കാര്യം ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഖബറിലേക്ക് നമുക്ക് നൽകാൻ സാധിക്കുന്ന ഒരു സമ്മാനമാണ്, ആശ്വാസമാണ് നമ്മുടെ പ്രാർത്ഥനകൾ. മനസ്സറിഞ്ഞ് എല്ലാവരും നമ്മുടെ കുടുംബത്തു നിന്ന് മറ്റൊക്കെ മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു ആ സഹോദരന്റെ മരണത്തിൽ വേദനിക്കുന്ന കുടുംബങ്ങളുണ്ട്, പ്രയാസപ്പെടുന്നവരുണ്ട്. അള്ളാഹു അവർക്ക് ക്ഷമിക്കാനുള്ള കരുത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. അള്ളാഹു അവർക്ക് നല്ല ജോലി നൽകി അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കളില്ലാതെ വേദനിക്കുന്ന ദമ്പതികളുണ്ട്. അള്ളാഹു സ്വാലിഹുകളായ സന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഅ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.